നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ നമസ്കാരം. നോക്കൂ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ബോച്ചെ എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങൾ കേൾക്കുമ്പോഴേക്കും മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വലിയൊരു നന്മ മരത്തിന്റെ ഹൃദ്യമായിട്ടുള്ള ആ രൂപ ലാവണ്യമൊക്കെ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി ആ ഒരു ഉറവ പറ്റാത്ത കാരുണ്യം എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഓടി വരും. പക്ഷെ അതിന് പിറകിലുള്ള ക്രൂരതയുടെ ഒരു മുഖം കൂടി അയാൾക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അയാളുടെ ആ ഒരു സ്ത്രീകളുമായിട്ടുള്ള ഇടപെടലുകളുടെയൊക്കെ വീഡിയോസ് ഒക്കെ ഒരുപാട് പുറത്തു വന്നിരുന്നു. പക്ഷെ അതൊന്നുമല്ല ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, വയനാട് നടന്ന വലിയൊരു ദുരന്തം. ആ ദുരന്തം ക്ഷണിച്ചു വരുത്തിയതാണ്, അതല്ലെങ്കിൽ ആ ദുരന്തം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഭരണവർഗം എന്നുള്ളത് പോലും കൃത്യമായിട്ടും പലരും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുൻപിലേക്ക് വന്നു. പക്ഷേ നമ്മൾ രാഷ്ട്രീയ അന്ധതയുടെയും ആ രാഷ്ട്രീയ അടിമത്തത്തിന്റെയും ഒക്കെ ആ ഒരു ഫലത്തിൽ അതിനെ ന്യായീകരിച്ച് ക്യാപ്സൂളുകൾ ഇറക്കിക്കൊണ്ട് അവിടെ ജീവൻ നഷ്ടപ്പെട്ട, സർവ്വതും നഷ്ടപ്പെട്ട, കുഞ്ഞു മക്കളെ നഷ്ടപ്പെട്ട അവരോട് ഒരു നീതിയും കാണിക്കാതെ രാഷ്ട്രീയ അടിമകളായി അതിനെ ന്യായീകരിക്കുന്ന മനുഷ്യന്മാർക്ക് മുൻപിലേക്ക്, അടിമകൾക്ക് മുൻപിലേക്ക് കൃത്യമായിട്ട് ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്നത്? അടുത്തൊരു ദുരന്തം ബോബി ചെമ്മണ്ണൂർ വകയാണ് എന്നുള്ളത് അഡ്വക്കേറ്റ്, നമുക്കറിയാം KM ഷാജഹാൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, അദ്ദേഹം നമ്മളുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ അത്ര അടുപ്പമുണ്ടായിരുന്ന പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആ ഒരു വ്യക്തി, അതുപോലെ N ബാദുഷ എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ, ഇവർ തമ്മിലുള്ള ഒരു വെളിപ്പെടുത്തൽ വീഡിയോ ഉണ്ട് മക്കളെ. അത് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ബോച്ചെ എന്ന് പറയുന്ന ചങ്ങാതി ഏതൊരു കാരുണ്യ പ്രവർത്തനത്തിന്റെ മറവിലും ഒരു ഭീകര മുഖം അത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തകർക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഏതോ മറ്റേ പാലക്കാടുള്ള കുന്നുംപറമ്പിലോ ഏതോ മലയുംപറമ്പിലോ ഏതോ ഒരുത്തനൊക്കെ ഉണ്ടല്ലോ ഒരു സുഡാപ്പി, ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്ന് പണ്ട് ഇതിലെ തേരാപ്പാര നടന്ന് വിദ്യാഭ്യാസമില്ലാതെ ഒരു കുന്തവും ഇല്ലാതെ നടന്നിരുന്ന ഞമ്മന്റെ കുന്നംപറമ്പിലൊക്കെ ഇന്ന് ലക്ഷങ്ങളുടെ കോടികളുടെ അധിപനായി മാറിയത് ഇതുപോലെ പാവങ്ങളുടെ കണ്ണീരൊപ്പ് എന്ന് പറയുന്ന നമ്മുടെ സാധാരണക്കാരന്റെ മനസ്സലിവ്, അതല്ലെങ്കിൽ ആ ഒരു മനസ്സിലെ ആ ഒരു സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് കോടികൾ കട്ടുമുടിച്ച് നന്നാവുന്ന ഇമാതിരി കൂട്ടത്തിൽപ്പെട്ട ഈ ബോച്ചെ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ടും KM ഷാജഹാൻ സാറും അതുപോലെ N ബാദുഷാ സാറും തമ്മിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന ഏതോ ഒരു അറബ്യൻ രാജ്യത്ത് കിടക്കുന്ന വലിയൊരു ക്രൂരനായിട്ടുള്ള അറബിയുടെ മകനെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരു ദുഷ്ടനെ രക്ഷിക്കാൻ വേണ്ടി മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ 34 അല്ല 340 3000 കോടി പിരിക്കാനും വേണ്ടി ഇറങ്ങിയ ഇസ്ലാമിക ജിഹാദികളുടെ കണ്ണിലുണ്ണിയായിട്ടുള്ള ഞമ്മന്റെ ബോച്ചയുണ്ടല്ലോ, ബോച്ചയുടെ യഥാർത്ഥ രൂപം നിങ്ങൾ അറിയണമോ? അടുത്ത വയനാട് എന്ന് പറയുന്ന ആ ഒരു ജില്ലയുണ്ടല്ലോ, ആ നാടുണ്ടല്ലോ, അത് ഭൂപടത്തിൽ നിന്ന് തന്നെ നിശേഷം തുടച്ചു മാറ്റാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ നിങ്ങൾ കേൾക്കുക മാന്യ പ്രേക്ഷകർ. എന്നിട്ട് ചിന്തിക്കുക, തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുക, അല്ലാതെ മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും അടിമത്തത്തിന്റെയും ബുദ്ധി വെച്ച് ചിന്തിക്കുന്ന നിനക്ക് മുൻപിലേക്ക് തൽക്കാലം ഇത് വെക്കുകയാണ്. കേട്ട് സംതൃപ്തി അടയടേ മലയാളി എന്ന് മാത്രമേ പറയാനുള്ളൂ. കേട്ടു നോക്കാം. ശ്രീ ബാദുഷ, ഈ വയനാട് നടന്നിട്ടുള്ള ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ് എനിക്കിന്ന് അങ്ങോട്ട് സംസാരിക്കാനുള്ളത്. അത് ബോബി ചെമ്മണ്ണൂർ അഥവാ ബോച്ചെ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് അവിടെ 1000 ഏക്കർ ഭൂമി ഉണ്ടെന്നും ആ ഭൂമിയിൽ ഏറ്റവും വലിയൊരു ടൂറിസം കേന്ദ്രം താൻ വികസിപ്പിക്കാൻ പോവുകയാണെന്നും അവിടെയുള്ള കോട്ടേജുകളെ കുറിച്ചും ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നത് അവിടെ ദിവസം ഒരു 10,000 മുതൽ ഒരു 20,000 വരെ ആളുകൾ വരുന്ന ഒരു ടൂറിസം കേന്ദ്രമായിട്ടാണ് ഞാൻ ഇതിനെ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ 200 ഏക്കർ സ്ഥലം അദ്ദേഹം ഒരു ഒരു എയർപോർട്ട് ഉണ്ടാക്കാനായിട്ട് സർക്കാരിന് സൗജന്യമായി കൊടുക്കാൻ പറയുന്നു. 200 ഏക്കർ. ഇതിനെ കുറിച്ചിട്ട് അവിടെ ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ളതിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ബോച്ചെ ഭൂമിപുത്ര എന്നുള്ള പേരിൽ AVT കമ്പനിയോട് നമ്മുടെ ഇപ്പോൾ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള മുണ്ടക്കൈന്റെയും പുത്തുമലന്റെയും അടുത്ത് തന്നെ അതിനോട് ചേർന്ന് 1000 ഏക്കർ വാങ്ങിയിട്ടുള്ളത് സത്യമാണ്. അത് ഞാനതിന്റെ ആധാരം രജിസ്ട്രി ഓഫീസിൽ നിന്നും അതിന്റെ പകർപ്പ് ഞാൻ വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ വാങ്ങിയ ഭൂമിയെ സംബന്ധിച്ചും അവിടെ വരുന്ന ടൂറിസത്തെ സംബന്ധിച്ചും
വലിയ ഉത്കണ്ഠകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി കഴിഞ്ഞ കുറെ കാലമായിട്ട് വയനാട്ടിലുള്ള ഒരുപാട് തോട്ടഭൂമികൾ, വിദേശികൾ കൈവശം വെച്ചിരുന്ന തോട്ടഭൂമികളിൽ ഉള്ള നിയമവിരുദ്ധമായിട്ടുള്ളതായ കൈമാറ്റങ്ങളെ കുറിച്ചും അത് നിയമവിരുദ്ധമായാണ് അവർ സംരക്ഷിച്ചു വരുന്നത് എന്നുള്ളതായ ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന്റെ ഒരു ചെറിയ ചരിത്രം പറയേണ്ടതുണ്ട്. അത് ഞാൻ നമ്മുടെ ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ താങ്കളോട് സംസാരിച്ചപ്പോൾ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് 200 കൊല്ലം മുമ്പ് നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ നിന്നും നമ്മുടെ വയനാട് പ്രദേശം ടിപ്പു സുൽത്താന്റെയും പഴശ്ശിരാജാവിന്റെയും പതനത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കൈവശത്തിൽ വന്നപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് കമ്പനികൾ നാട്ടുരാജാക്കന്മാരിൽ നിന്നും പാട്ടത്തിനെടുക്കുകയുണ്ടായി. അങ്ങനെ പാട്ടത്തിനെടുത്തത് മുഴുവനും ഇപ്പോൾ ഉള്ളതായ കാമൽ ഹമ്പ് പർവ്വത നിരകളിലെ ഈ പുത്തുമല, അതുപോലെ തന്നെ നമ്മുടെ മുണ്ടക്കൈ തുടങ്ങിയതായ ചേമ്പ്ര വരെയുള്ളതായ മലവാരങ്ങൾ അതിൽ പെട്ടതാണ്. അവരവിടെ തേയില കൃഷി വൻതോതിൽ ചെയ്തു. താഴെ തട്ടില് മുകളില് അവര് ഏലകൃഷിയും ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുള്ളതായ നിരവധി തോട്ടങ്ങൾ ഉണ്ട്. അതില് പ്രധാനമായിട്ടും ഹാരിസൺ മലയാളം ഉണ്ട്. ഈ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് പാട്ടത്തിനെടുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ബ്രിട്ടീഷുകാരുടെ ഉടമാവസ്ഥയിലേക്ക് പോയോ? ഇല്ല, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ചരിത്രം. ബ്രിട്ടീഷുകാര് രാജ്യം വിട്ടതിന് ശേഷം, ബ്രിട്ടീഷുകാര് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ ഭൂമി ഇന്ത്യൻ കമ്പനികളുടെയോ വ്യക്തികളുടെയോ കൈകളിലേക്ക് വന്നു. ഈ ഭൂമികൾ മുഴുവൻ 1,60,000 ഏക്കർ ഭൂമി ഇങ്ങനെ വയനാട്ടിൽ മാത്രമുള്ളതായിട്ടാണ് നമ്മുടെ രാജമാണിക്യം അത് പിന്നീട് കണ്ടെത്തിയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 1,60,000 ഏക്കർ ഭൂമി. അതിൽ പെട്ട ഭൂമിയാണ് വാസ്തവത്തിൽ ഈ AVTയുടെ കൈവശത്തിലുള്ള ഭൂമി, ഹാരിസൺ മലയാളത്തിന്റെ കയ്യിലുള്ള ഭൂമി, ചേമ്പ്ര പീക്ക് മലനിരകൾ, അതേപോലെ തന്നെ ചേലോട് എസ്റ്റേറ്റ്, ഇപ്പോഴുള്ള മിഷറീസ് നടത്തുന്ന ചേലോട് എസ്റ്റേറ്റ്, വഹാബിന്റെ കയ്യിലുള്ള കുറിച്യാർമല എസ്റ്റേറ്റ്, ബ്രഹ്മഗിരി ABC പ്ലാന്റേഷനുകൾ. ഞാൻ അതിന്റെ ഓരോരുത്തരും പറഞ്ഞു, ഒരുപാട് പേര് 100ഓളം എസ്റ്റേറ്റുകൾ ഉണ്ട്. അങ്ങനെ നോക്കൂ, അദ്ദേഹം പറഞ്ഞ ഈ കണക്കിൽ സഭകളെ പേര് എടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഞമ്മന്റെ വഹാബ് കാക്ക ഏത് പാർട്ടിയാ? വഹാബ് കാക്കാനെ പറയാൻ പാടില്ല, മതേതരം പൊട്ടി ഒഴുകും. അപ്പൊ മതേതരം പൊട്ടി ഒഴുകുന്ന വഹാബ് കാക്കാന്റെ പേരും ഈ പറയുന്ന പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ബാദുഷ സർ പറയുന്നുണ്ട്. അയാളുടെ കയ്യിലും ഉണ്ട് ഈ പറയുന്ന അനധികൃത ഭൂമികൾ എന്നാണ് പറയുന്നത്. ബാക്കി കേൾക്കാം. ചെറുതും വലുതുമായിട്ടുള്ളത് ഈ എസ്റ്റേറ്റുകൾ ബ്രിട്ടീഷുകാർ പോയി ഇന്ത്യൻ കമ്പനികളിലേക്കോ ഇന്ത്യൻ വ്യക്തികളിലേക്കോ കയ്യിൽ വന്നതിന് ശേഷം അതിന്റെ ഭൂ ഉടമ അവകാശം ഇവർക്കില്ല എന്നുള്ള രീതിയിലുള്ളതായ വിധികളാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് കേരള സർക്കാർ ഈ കമ്പനികൾക്ക് അതിന്റെ ഉടമാവകാശം ഇല്ലെന്നോ? ഈ കമ്പനികൾക്കോ വ്യക്തികൾക്കോ, അതായത് നമ്മുടെ 1970 ലാൻഡ് റിഫോംസ് ആക്ടിന് ശേഷം അത് കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ അധിഷ്ഠിതമായി ഉടമസ്ഥാവകാശം കൊടുത്തിട്ടില്ലാത്ത, അതായത് ലാൻഡ് ട്രിബ്യൂണൽ മുഖാന്തരവും മറ്റും കൊടുത്തിട്ടില്ലാത്ത ഭൂമി, ആ ഭൂമി ഇവർക്ക് യാതൊരു അവകാശവുമില്ല. ബ്രിട്ടീഷുകാരുടെ കൈവശത്ത് നിന്നും കിട്ടിയിട്ടുള്ളതായ ഭൂമിയിൽ ഇവർക്ക് യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതായ കേരള ഗവൺമെന്റിന്റെ, എനിക്ക് തോന്നുന്നു അച്യുതമേനോൻ ഗവൺമെന്റിന്റെ കാലത്താണ് അങ്ങനെ അതായത് ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഈ വൻകിട തോട്ടം കമ്പനികളിലേക്ക് ഇതിന്റെ ഉടമാവകാശം കൈമാറിയത് സംബന്ധിച്ച് ഒരു തെളിവുമില്ല. അല്ല, തെളിവുകൾ പലതും ലണ്ടനിലൊക്കെ, ഹാരിസൺ മലയാളത്തിന്റെ ഒക്കെ ലണ്ടനിലുണ്ട്. ഇത് ബ്രിട്ടീഷ് ഉടമകളിൽ ഉണ്ടായിരുന്ന ഈ തോട്ടങ്ങൾ അത് ബ്രിട്ടീഷ് ഉടമയിൽ നിന്നും ഇന്ത്യക്കാരിലേക്ക്, ഇന്ത്യൻ കമ്പനികളിലേക്കോ വ്യക്തികളുടെയോ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ഭൂമികൾ, അതിനുശേഷവും സർക്കാരിന് ഇവര് ലീസ് അടക്കുന്നുണ്ടാവാം. പക്ഷെ ആ ഭൂമികളിൽ ഒരിക്കലും ഇവർക്ക് അവകാശമില്ല. ഹാരിസൺ മലയാളം പോലും അവരുടെ എന്തോ ബ്രിട്ടനിൽ നിന്ന് പാട്ട അടച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്.
അതെ, പട്ട അടിച്ചാണ്. അതൊരു ഫ്രോഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ സുശീല ഭട്ട് പിന്നെ ഗവൺമെന്റ് പുള്ളിയതായപ്പോ അതിനു വേണ്ടി വളരെയധികം ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഇത് ബാധകമാണ്. കൃത്രിമ രേഖയാണ് അവരുടെ ഉള്ളത്. അവരുടെ ഭൂമിയുടെ ഉടമാവകാശം സംബന്ധിച്ച് അവരുടെ കൃത്രിമ രേഖയാണെന്ന് കോടതിയിൽ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വിചാരണ വരെ വന്നിട്ടുണ്ട്. അതെ, കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിവേ, ഏതായാലും 47 ശേഷം ഇത്തരത്തിലുള്ളതായ 15 ഏക്കറുകളുള്ളതായ സീലിംഗിന് കൂടുതലുള്ളതായ ഇത്തരം ഭൂമികൾ നിയമാനുസൃതമായി കമ്പനികൾക്കോ വ്യക്തികൾക്കോ ഇന്ത്യ ഗവൺമെന്റോ കേരള ഗവൺമെന്റോ സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ, അങ്ങനെ തന്നെയാണ് വിധി, സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ അത്തരം ഭൂമികൾ മുഴുവനും ഗവൺമെന്റിന്റെ ആണെന്നും ആ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും ആ ഭൂമിയിൽ ഇവർക്ക് ഈ ഉടമകൾക്ക് യാതൊരു കൈവശത്തിനപ്പുറമുള്ളതായ കൃഷി ചെയ്യാം, നിലവിലുള്ളതായ സ്റ്റാറ്റസ് കോ കൃഷി ചെയ്യാം, അതിലുള്ളതായ മരങ്ങൾ മുറിക്കാനോ ആ ഭൂമി പരിവർത്തനപ്പെടുത്താനോ ആ ഭൂമിയിൽ കൃഷി ഒഴിച്ചുള്ള നിലവിലുള്ള കൃഷി, ചായ ആണെങ്കിൽ ചായ, കാപ്പി ആണെങ്കിൽ കാപ്പി, ഏലമാണെങ്കിൽ ഏലം, അതിനപ്പുറം ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതായ കൃത്യമായുള്ള വിധി കേരള ഹൈക്കോടതിയിൽ ഉണ്ടാവുകയും ഹൈക്കോടതിയുടെ വിധിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ വിധി പിന്നെ അംഗീകരിക്കുകയും ഒരു ചെറിയൊരു നിബന്ധന വെച്ചു. അതെന്താ വെച്ചാൽ ഇത്തരം ഭൂമികൾ ഏറ്റെടുക്കാൻ നിയമാനുസൃതമായി മുനിസിപ്പൽ കോടതിയിൽ, സിവിൽ കോടതിയിൽ പിന്നെ ഗവൺമെന്റ് പരാതി ബോധിപ്പിച്ച് അവിടെ നിന്നും വിധി സമ്പാദിച്ചതിന് ശേഷം ഇത് ഏറ്റെടുക്കണമെന്നും ഉള്ള വിധി വന്നതിനെ തുടർന്ന് കേരള ഗവൺമെന്റ് സ്പെഷ്യൽ റിസംപ്ഷൻ ഓഫീസറായിട്ട് നമ്മുടെ രാജമാണിക്യത്തെയും പിന്നെ നിവേദിത പി ആരിനെയും നിശ്ചയിക്കുകയും രാജമാണിക്യം വയനാട് സന്ദർശിച്ച് വയനാട് കലക്ടറിൽ നിന്നും ഇത്തരത്തിലുള്ള ഭൂമി കണ്ടെത്തണമെന്ന് പറയുകയും 100 ഏക്കറിൽ കൂടുതലായ ഭൂമികൾ കണ്ടെത്തിയതിൽ ഏറ്റവും കൂടുതൽ ഉള്ള മുഴുവൻ ഭൂമിയും ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി, ഞാൻ നേരത്തെ പറഞ്ഞതായ നിരവധി AVT അടക്കം, അതായത് AVT ആണ് നമ്മളെ ബോബി ചെമ്മന്നൂരിന് ഈ ഭൂമി വിൽക്കുന്നത്. ആ ഭൂമികളൊക്കെ തന്നെ, അതുപോലെ തന്നെ ചേമ്പ്ര പീക്ക് ഭൂമി, ചേമ്പ്ര പീക്ക് എസ്റ്റേറ്റിന്റെ പിന്നെ പരിധിയിൽ വരുന്ന 5 എസ്റ്റേറ്റുകളുണ്ട്. അതിലൊന്നാണ് വാര്യാട് എസ്റ്റേറ്റ്. വാര്യാട് എസ്റ്റേറ്റ് മുട്ടിൽപൂരം മരം മുറി നടന്ന സമയത്ത് വാര്യാട് എസ്റ്റേറ്റ് അതിലുള്ളതായ ഉണങ്ങിയ മരങ്ങൾ നീക്കാൻ വേണ്ടി ഗവൺമെന്റിന് ഒരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ആ അപേക്ഷ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അയക്കുകയും ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇതിലുള്ളതായ ഒരവകാശവും ടൈറ്റിൽ ആൻഡ് ഡീഡ് ഇത് പിന്നെ നോക്കൂ, ഇതിൽ അദ്ദേഹം സൂചിപ്പിച്ചൊരു മുട്ടിൽ മരമുറി കേസ് ഉണ്ടല്ലോ. ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ ആരാണെന്ന് അറിയാമോ? അതാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന ഒരു 2-3 സഹോദരങ്ങളുണ്ട്. ഈ സഹോദരങ്ങൾ ഇപ്പോൾ വലിയ നന്മമരമായിട്ടൊരു പ്രസ്താവന നടത്തിയത്, പ്രഖ്യാപനം നടത്തിയത് എന്തെന്നറിയാമോ? 100 ഏക്കർ ഈ പാവം പിടിച്ച ആളുകൾക്ക്, ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ നൽകുമെന്നുള്ളത്. ഇവർ എന്തിനാ അത് പറഞ്ഞെന്നറിയാമോ? 100 ഏക്കർ, അതായത് ഇപ്പൊ എനിക്ക് ഒരു 500-1000 ഏക്കർ അവിടെ ഭൂമി ഉണ്ടായിരുന്ന ഈ മുട്ടിൽ മരമുറിക്ക് നടത്തിയ ഈ ക്രിമിനൽസ് ഉണ്ടല്ലോ, ആ ക്രിമിനൽസിന്റെയാണ് റിപ്പോർട്ടർ ചാനൽ. ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളായിട്ടുള്ള ഈ 3 സഹോദരങ്ങൾക്ക് അവിടെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. എത്രയെന്നുള്ളത് എനിക്കറിയില്ല. അത്ര 100 കണക്കിന് ഏക്കർ ഭൂമികൾ അവിടെ ഉണ്ട്. അതിൽ നിന്ന് ഒരു ഇത്തിരി ഭൂമി ഈ പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയാമോ? അവിടെ സെന്റിന് 5000-3000 രൂപ വിലയുള്ള സ്ഥലമുണ്ടല്ലോ, അത് സർക്കാരിന് കൊടുക്കുന്നു. സർക്കാർ എന്ത് ചെയ്യും? ഈ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു. വീട് വെച്ച് കൊടുക്കുമ്പോൾ 1000കണക്കിന് വീടുകൾ വരുമ്പോൾ എന്താ അവിടെ സംഭവിക്കാം? അതൊരു ടൗൺഷിപ്പായി മാറുന്നു. ഒരു ടൗണിന് വേണ്ട എല്ലാ ഘടകങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാക്കപ്പെടുന്നു. അങ്ങനെ ഉണ്ടാക്കപ്പെടുമ്പോൾ എന്തായിരിക്കും? അവിടെ വലിയ വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ, വ്യവസായ ബിസിനസ്സുകൾ വരുന്നു. അതുപോലെ എല്ലാ സൗകര്യങ്ങളും, ബാങ്കുകൾ വരുന്നു, എല്ലാ സൗകര്യങ്ങളും വരുന്നു. അങ്ങനെ വരുമ്പോൾ ഞമ്മന്റെ ഈ സെന്റിന് 5000-3000 വിലയുള്ള ഭൂമി എത്രയായി മാറും? അവിടെ സെന്റിന് പിന്നെ എത്രയായിരിക്കും? 1 ലക്ഷം 2 ലക്ഷം രൂപയായിട്ട് മാറും. അപ്പൊ നഷ്ടം എന്താണ്? ചെറിയൊരു 100 ഏക്കർ. കിട്ടുന്നത് ഈ 100 ഏക്കറേക്കാൾ എത്രയോ 3, 4, 5 അല്ലെങ്കിൽ 100 ഇരട്ടി ഭൂമി വിലയുള്ള രീതിയിലേക്ക് അവരുടെ ബാക്കി സ്ഥലം മാറുന്നു. അതൊരു ടൗണായി മാറുന്നു. ഒരു കാട്ടുമുക്ക് പോയിട്ട് എന്തായി മാറുന്നു? ഒരു സർക്കാർ ചെലവിൽ ടൗണായി മാറുന്നു. അപ്പോൾ ഈ മുട്ടിൽ മരമുറി കേസിലെ ക്രിമിനലുകളാണ് റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന മുതലാളിമാർ. ആ മുതലാളിമാർ പ്രഖ്യാപിച്ച 100 ഏക്കർ ഭൂമി, അതിൽ പാവങ്ങൾക്ക്
ഞങ്ങൾ വിട്ടുകൊടുക്കുന്നു വീട് വെച്ച് കൊടുക്കാനെന്ന് ഈ കാട്ടുമുക്കിലുള്ള ഭൂമി വിട്ടുകൊടുക്കുന്നതിന് വലിയ നന്മയായി വാഴ്ത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ പോസ്റ്റുകളൊക്കെ ഇട്ട് അനുമോദിച്ച എല്ലാ ആളുകളും മനസ്സിലാക്കുക, ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായിരുന്നു, ഈ പ്രതികളാണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് സുജയ പാർവതിക്കൊക്കെ വേണ്ടി ഘോരം സംസാരിക്കുന്ന നമ്മുടെ സംഘ BJP ഹിന്ദുത്വ അനുകൂലികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ മനസ്സിലാക്കുക, അതൊക്കെ ഈ ക്രിമിനലുകളുടെ സ്റ്റാഫുകൾ മാത്രമാണ്. അവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം. ആ ബിസിനസ് പെട്ടുകൊണ്ട് കൃത്യമായിട്ട് സുജയയുടെ ആരാധകരായിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ പൊക്കി കൊണ്ടുപോകുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് പിറകിലുള്ള ക്രിമിനൽ ബുദ്ധി ഇതാണ് എന്നുള്ളത്. കേൾക്കാൻ ബാക്കിയുടെ ഈ വാരിയാട് എസ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ വാരിയാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാരിയാട് എസ്റ്റേറ്റ് AVT തുടങ്ങിയുള്ള കമ്പനികൾക്കൊക്കെ ഇത് ബാധകമാണല്ലോ. അതുകൊണ്ട് അവർക്ക് ഇതിലൊരു അവകാശവുമില്ല. മരം അവിടെ നീക്കം ചെയ്യാനുള്ള അധികാരം അവർക്കില്ല. നിലവിലുള്ള കൃഷി തുടരാമെന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഭൂമിയിൽപ്പെട്ടതാണ് ഈ AVTയുടെയും ഭൂമി. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ AVT എന്ന് പറഞ്ഞവർക്ക് പോലും ഇത് വിൽക്കാനുള്ള അവകാശ അധികാരം ഇല്ല. അവർക്ക് എന്നല്ല, മലയാളം പ്ലാന്റേഷന് പോലും ഇല്ലല്ലോ. മലയാളം പ്ലാന്റേഷൻ ഇല്ല. പിന്നെ ബ്രഹ്മഗിരി Aയും Bയും എസ്റ്റേറ്റുകൾക്ക് ഇല്ല. 1,60,60,000 ഏക്കറിൽപ്പെട്ട അത് തുണ്ടമായി 10 ഏക്കർ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും ഇതിന്റെ മുകളിൽ ഉടമസ്ഥാവകാശം ഇല്ല. അത് എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൽപ്പറ്റ ടൗണിന്റെ പിറകിലുള്ളതായ ഒരു 500 ഏക്കർ ലാൻഡ് ഉണ്ട്. ഈ ലാൻഡിലുള്ള പ്രശ്നം വന്നപ്പോഴും ഞങ്ങൾ ഈ തടസ്സവാദം ഉന്നയിക്കുകയും അത് ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തതാണ്. എനിവേ, ഈ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ഒരു ഭൂമി വാങ്ങുകയും അവിടെ വലിയ ടൂറിസം കോംപ്ലക്സ് വരികയും ചെയ്യുന്നു അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ഇതിന്റെ രേഖകളൊക്കെ ഞങ്ങൾ സ്വായത്തമാക്കുകയുണ്ടായി. അതിലൊന്നാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഇത് കൽപ്പറ്റ രജിസ്റ്റർ ഓഫീസിൽ ഇത് രജിസ്റ്റർ ചെയ്തതിന്റെ ആധാരം. അത് കിട്ടാൻ വളരെ പാടുപെടേണ്ടി വന്ന് വളരെയധികം ബുദ്ധിമുട്ടി ഭീഷണിയൊക്കെ പുറപ്പെടുവിച്ചതിന് ശേഷമാണ് അവരിന്ന് കിട്ടിയത്. എന്തിനു പറയുന്നു, അത് നികുതി അടച്ച റെസീറ്റ് കുന്നത്തിടവ പഞ്ചായത്തിൽ പോയിട്ട് 3 മാസത്തിന് ശേഷമാണ് ഞാൻ കിട്ടിയത്. അതും അവിടെ പോയി സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഭൂമി എങ്ങനെ രജിസ്റ്റർ ചെയ്തു? നിലവിലുള്ള ഉടമസ്ഥാവകാശമില്ലാത്ത ഒരു ഭൂമി സർക്കാരിന്റെ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്, ഞാൻ അതിന് വലിയ ടാക്സ് കൊടുത്ത് വലിയ രീതിയിലാണ് ഞാനത് ഏറ്റവും വലിയ ഒരു ടാക്സ് കൊടുത്തുകൊണ്ടാണ് അത് സ്വായത്തമാക്കി എന്നുള്ള ഒരു വീഡിയോ താങ്കളുടെ ഒരു വീഡിയോ തന്നെ ഞാൻ കാണാം. നോക്കൂ, ഏക്കർ കണക്കിന് ഭൂമി. ആരുടെ ഭൂമി? സർക്കാർ ഭൂമി. സർക്കാർ ഭൂമി എങ്ങനെയാ ഇവർക്കൊക്കെ കിട്ടുന്നത്? അതാണ് പിൻവാതിലിലൂടെ കൊണ്ടുപോയി തള്ളുന്ന കോടികൾ. ആ കോടികൾ രാഷ്ട്രീയക്കാർ നക്കിക്കൊണ്ട്, ഇവിടുത്തെ ഭരണക്കാർ നക്കിക്കൊണ്ട് ഈ വയനാട് അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളെയും ദുരന്ത ബാധിത മേഖലയാക്കി മാറ്റി ദുരന്തം മാത്രം വിതയ്ക്കുന്ന രീതിയിൽ ആക്കിയെടുത്തത് ആരാണ് എന്ന് ചിന്തിക്കാൻ ഇനിയും മനസ്സിലാവാതെ ഇവിടെ വന്ന് കമന്റ് ഇട്ട് മെഴുകുന്ന മമ്മദ്മാരും നസീർമാരും ഒക്കെ മനസ്സിലാക്കുക. നിന്റെയും നിന്റെ ബാപ്പയുടെയും നിന്റെ മക്കളുടെയും ഒന്നും ആരും ചത്തുപോയിട്ടുണ്ടായിരിക്കില്ല. ചത്തുപോയവർക്ക്, മരിച്ചു പോയവർക്ക്, ദുരന്തത്തിൽ പെട്ടവർക്ക് എത്ര വേദനയുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കട. ഡാഷിന്റെ മോനെ നസീറെ, മുഹമ്മദേ, മമ്മദേ എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഇവിടെ ദുരന്തത്തിൽപ്പെട്ട ദുരന്ത ബാധിതരായുള്ള പാവം പിടിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, ആ മനുഷ്യന്മാർക്ക് വന്ന ദുരന്തം വരുത്തി വെച്ചത് ഇവരാണ്. ആരാണ്? കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി. ആ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി സർക്കാർ ഭൂമി എങ്ങനെയാണ് നികുതി അടക്കുന്ന രീതിയിലേക്ക് ബോബി ചെമ്മണ്ണൂർമാർക്കും വലിയ വലിയ പ്ലാന്റേഷന്മാർക്കും കിട്ടിയത്? ആ കിട്ടിയതിന്റെ യാഥാർത്ഥ്യമാണ് ഈ ബാദുഷാ എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്നത്, അഡ്വക്കേറ്റ് KM ഷാജഹാനോട് വെളിപ്പെടുത്തുന്നത്. ഇത് മനസ്സിലാവാതെ രാഷ്ട്രീയ അടിമത്തം ബാധിച്ച, ജാതി മത തിമിരം ബാധിച്ച വർഗീയവാദി ജിഹാദികളെ നീ ഒന്നും കമന്റ് ഇട്ട് തൂറിയിട്ട് യാതൊരു കാര്യമില്ല. സത്യസന്ധമായി തന്നെ പുറത്തു വരിക തന്നെ ചെയ്യും. എത്രയൊക്കെ നീ തൂറി മെഴുകി മറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാലും. കേൾക്കുക ബാക്കി കൂടി മണ്ടൻ മലയാളി. യഥാർത്ഥത്തിലാണ് കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് എങ്ങനെ വാങ്ങുക? ഞാൻ അത് ചോദിച്ചുകൊണ്ട് ഈ ഭൂമി അയാളത് എല്ലാമെന്നും അവിടെ ടൂറിസം വരാൻ പാടില്ല എന്നും ടൂറിസം 5% ഭൂമി ടൂറിസത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ചെലവഴിക്കാമെന്നുള്ള കേരള ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലർ ഇത്തരത്തിലുള്ള സർക്കാർ ഭൂമിക്ക് ബാധകമല്ല എന്നും അതുകൊണ്ട് അത് തടയണമെന്നും ഇദ്ദേഹത്തിന്റെ ഈ ഭൂമി തിരിച്ചു പിടിക്കണമെന്നും, ഇയാളത് മാത്രമല്ല ഈ 1,60,60,000 വരുന്ന ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ച് അത് ഗവൺമെന്റ് ആവശ്യത്തിനും മറ്റും കൊടുക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഒരു പെറ്റീഷൻ
വയനാട് ജില്ലാ കലക്ട്രേറ്റിൽ കൊടുത്തിട്ട് ഇപ്പം 5 മാസമായി. ഇടയ്ക്ക് ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നടപടി ഉണ്ടാകുമെന്ന് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ നമ്മുടെ ഡോക്ടർ രേണുരാജ് കലക്ടർ എന്നോട് പറയുകയും ചെയ്തു. പക്ഷെ അവര് പോകുന്നതിന് വല്ലതും ചെയ്തോന്ന് എനിക്കറിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ഈ സ്ഥലത്തുള്ളതായ ടൂറിസം വില്ലേജുകൾ ഞാൻ പോയി നോക്കുകയുണ്ടായി. കുത്തനെയുള്ള ടൂറിസം ചെന്ന് പരിശോധിച്ചു. ചെല്ലാനൊക്കെ പിന്നെ ടൂറിസ്റ്റുകൾ എന്നുള്ള നിലക്കാണ് പോകുന്നത്. മാസ്ക് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഈ ശ്വാസം മുറ്റുന്ന അസുഖം ഉണ്ട്, എന്റെ മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അടുത്ത തൊഴിലാളികൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് അതിന്റെ പടങ്ങളും ഫോട്ടോകളും ഒക്കെ ഇട്ട്. ആ പടങ്ങൾ വേണം ഞാനിപ്പോ നിങ്ങൾക്ക് വിട്ടുതരാൻ തയ്യാറാണ്. അതെല്ലാം വേണം. അത് അതിന്റെ മുകളിൽ പോയി അത് കണ്ടു എന്ന് പറഞ്ഞാൽ പുത്തുമലയ്ക്ക് തൊട്ടിപ്പുറാണ്. മുണ്ടക്കൈയിനോട് ദുരന്ത ബാധിതർ എങ്ങനെയാണ് ദുരന്തം നേരിടേണ്ടി വന്നത് എന്നുള്ളത് കടും കുത്തനെയുള്ളതായ ചെരുവുകളിലാണ് ഇദ്ദേഹം ഈ തെമാടിത്തങ്ങൾ മുഴുവനും കാട്ടിക്കൂട്ടിയുള്ളത്. അവിടെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത് വരുന്നു, ടെന്റ് വരുന്നു, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം. അങ്ങനെ ഇക്കോളജിക്ക് സൗഹൃദമായിട്ടുള്ളതായ ഒരു ടൂറിസം ലോകത്തിൽ എവിടെയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഒരു ദിവസം 10,000 പോയിട്ട് 1000 ആൾക്കാരെ പോലും ഉൾക്കൊള്ളാനുള്ളതായ ക്യാരിങ് കപ്പാസിറ്റി ആ റോഡിനില്ല. ഇപ്പം കേരള ഗവൺമെന്റ് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന തുരങ്കം അത് ഈ ബോച്ചയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണോ എന്ന് കൂടി ഞാൻ സംശയിക്കുന്നു. കാരണം ഈ ബോച്ചയുടെ ഭൂമിപുത്രയുടെ നമ്മുടെ മരുവാനുണ്ടല്ലോ, ഈ വയനാടിനെ ബന്ധിപ്പിക്കാൻ, എല്ലാത്തിനെയും ബന്ധിപ്പിക്കാൻ വലിയൊരു തുരങ്കം ഉണ്ടാക്കുന്നുണ്ട്. ആ തുരങ്കം ഏതിലൂടെയാ കടന്നു പോകുന്നത്? ഈ വയനാടിനെ തുരന്നാ പോണത്. അതിനെ കൊണ്ടുള്ള ദോഷം ആർക്കാ വരിക? ഇവിടെ കമന്റ് ഇട്ടും എഴുതുന്ന മുസ്തഫയ്ക്കോ മുഹമ്മദിനോ നസീറിനോ അല്ല വരിക. ആർക്കാ വരിക? ഈ വയനാട് ദുരന്തത്തിൽപ്പെട്ട ഇന്നത്തെ പാവം പിടിച്ച ജനങ്ങളുണ്ടല്ലോ, അവർക്കാ വരിക. ആ തുരങ്കത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. കേൾക്കടാ മലയാളി, കേൾക്ക്, എന്നിട്ട് കയ്യടിക്കടാ മുത്തേ അമ്പാനെ, കേറി വാടാ മലയാളി. അതിന്റെ മുഖത്തേക്കാണ് ഈ പിന്നെ ടണല് വന്ന് കേറുന്നത്. മറ്റൊന്ന്, അദ്ദേഹം അതില് വലിയ രീതിയിലുള്ളതായ സംരംഭങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ, ഏറ്റവും വലിയ ലജ്ജാകരമായ, നമ്മളൊക്കെ ലജ്ജിപ്പിക്കേണ്ട സംഭവം, നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ കേരള യാത്ര ഉണ്ടായിരുന്നു. ആ യാത്ര വയനാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ രാവിലെ പിന്നെ പ്രാധാന്യം ക്ഷണിക്കുന്ന കുറെ വമ്പന്മാരായ കുറെ ആൾക്കാരുണ്ടല്ലോ. അതിലേറ്റവും വമ്പൻ നമ്മുടെ ഈ ബോബി ജമാൻ പ്രസംഗിക്കുന്നതിന്റെ. അതെ, അദ്ദേഹം അതിൽ വെച്ച് പ്രസംഗിച്ചു. അയാളെ സർക്കാരിന് എയർ സ്ട്രിപ്പ് ആയിട്ട് കൊടുക്കാമെന്ന് പറയുന്നത് ഇത് നിയമപരമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണെന്നും പരാതിയുണ്ട്. പരാതിയല്ല, ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന് അർഹതപ്പെട്ടത് എന്ന് സുപ്രീം കോടതി വരെ വിധി കൽപ്പിച്ച, സർക്കാർ ഏറ്റെടുക്കണമെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആവശ്യപ്പെട്ട ഒരു ഭൂമി നിയമവിരുദ്ധമായി വാങ്ങിയ ഈ ഭൂമിപുത്ര, അതിൽ നിന്നും 200 ഏക്കർ ഞാൻ താങ്കളിൽ നിന്നും ലക്ഷക്കണക്കിന് റുപ്യ കവർന്നെടുത്തതിന് ശേഷം വണ്ടിക്കൂലിക്കുന്ന ഒരു 100 റുപ്യ കയ്യിൽ വെച്ചോ എന്ന് പറയുന്നത് പോലെ അസംബന്ധവും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു ആ സദസ്സിൽ വെച്ചിട്ട്. അതാണ് അവിടെ ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ളതായ സംഭവങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പിണറായി വിജയന്റെ നവകേരള യാത്ര വയനാട് എത്തിയ സമയത്ത് ആലോചിച്ച് നോക്കണം. സർക്കാർ ഭൂമി, മിച്ച ഭൂമി, ആയിരക്കണക്കിന് ഏക്കർ കാശ് കൊടുത്ത് എങ്ങനെയൊക്കെ അടിച്ചു മാറ്റി വാങ്ങി അതിന് നികുതി കാശ് അടയ്ക്കുന്നു. എന്നിട്ടോ അതിൽ നിന്ന് നക്കാപ്പിച്ച സർക്കാരിന് കൊടുക്കുക. അതായത് സർക്കാരിന്റെ ഭൂമിയാണ്, അത് ഒരിക്കലും കൊടുക്കാനോ കൈമാറ്റം ചെയ്യാനോ രജിസ്റ്റർ ചെയ്യപ്പെടാനോ പാടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് രജിസ്ട്രേഷൻ നടന്നത്? അതാണ് മലയാളി നീ ചിന്തിക്കേണ്ടത്. നിന്റെ രാഷ്ട്രീയ അടിമത്തം മാറ്റിവെച്ച്, നിന്റെ മതവർഗീയത മാറ്റിവെച്ച്, നിന്റെ ആ ഒരു എല്ലാവിധ ചായ്വുകളും മാറ്റിവെച്ച് ചിന്തിക്കുക. ആയിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമി, 1,60,000 ഏക്കർ സർക്കാർ ഭൂമി, അത് ഇതുപോലെ ഇങ്ങനെ പലർക്കും വീതിച്ചു കൊടുത്തിരിക്കുക. എന്നിട്ടോ അവന്മാർ സകലമാന നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ റിസോർട്ടുകളും ടൂറിസ്റ്റ് പ്ലേസുമാക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റുമ്പോൾ ആർക്കാ സംഭവിക്കുക അപകടം? അവിടെ താമസിക്കുന്ന സാധാരണക്കാരായുള്ള പാവങ്ങൾക്ക് ഇവിടെ റിസോർട്ടും ടൂറിസ്റ്റ് പ്ലേസും ഒരുക്കുന്ന ബോച്ചെ വയനാട്ടിൽ വന്ന് താമസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിഷ്കളങ്കരെ, അമ്പാനെ കേറി വാടാ, ബാക്കിയുടെ കേൾക്കണം മലയാളി അമ്പാനെ. ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലത്താണ് ഇയാളുടെ ഈ സ്ഥലം. ഏറ്റവും കൂടുതൽ, അതായത് ഈ മലനിരകൾ, അതായത് ഈ നമ്മുടെ ഈ ക്യാമൽ ഹമ്പ് പർവ്വത നിരയുടെ തെക്കേ അറ്റത്താണ്, തെക്കേ എഡ്ജിലാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളതായ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളതായ സ്ഥലം.
ഇപ്പൊ നടന്നിട്ടല്ലേ മുണ്ടക്കായി. അതിന്റെ തൊട്ട് 1.5 കിലോമീറ്റർ ഇപ്പറാണ് നമ്മുടെ പിന്നെ ഈ പുത്തുമല. അവിടെ ആ പുത്തുമലയിൽ നിന്ന് തുടങ്ങുകയാണ് ബോച്ചയുടെ മേപ്പാടി. നോക്കൂ, ദുരന്തമുണ്ടായ പുത്തുമലയിൽ നിന്ന് തുടങ്ങുകയാണ് ബോച്ചയുടെ 100 കണക്കിന് ഏക്കറയുള്ള ഭൂമി. എങ്ങനെയാ സ്വന്താക്കിയത്? പിൻവാതിലിലൂടെ കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്തുകൊണ്ട് തനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അയാൾ സർക്കാർ ഭൂമി, മിച്ച ഭൂമി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് മലയാളി നീ ചിന്തിക്കേണ്ടത്. അല്ലാതെ നിന്റെ ഈ അടിമത്ത ബുദ്ധിയോടുകൂടി ഇവിടെ എന്നെ തെറി വിളിച്ച് തൂറി എറിഞ്ഞിട്ട് നിന്റെ മദ്രസ പൊട്ടൻ ബുദ്ധി എന്റെ അടുത്ത് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ലടാ. സുഡാപ്പി, മമ്മദ്, അബ്ദുൾ അസീസെ, മുസ്തഫ, മുസ്തുവോ, ബാക്കിയുടെ കേട്ടോ, നിന്റെ ആയാലും എന്റെ ആയാലും മറ്റുള്ളവരുടെ ആയാലും ബാക്കിയൊക്കെ ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ട് മരിച്ച വയനാട് ദുരന്തം നീ ഓർക്കുക. ആ ദുരന്തം ക്ഷണിച്ചു വരുത്തിയത് എങ്ങനെയാണെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ പറയുന്നത്. ആ യാഥാർത്ഥ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി പറയുന്ന ആളുകളെ പച്ച തെറി വിളിച്ച് നീ നിന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടും നീ നിന്റെ മതാന്ധതയ്ക്ക് വേണ്ടിയിട്ടും മതവർഗീയതയ്ക്ക് വേണ്ടിയിട്ടും സ്ഥാപിച്ചെടുക്കുമ്പോൾ നിരപരാധികൾ ജീവൻ പോകുമ്പോൾ ആ നിരപരാധികളുടെ ജീവന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന നീ ഒരു കപടനാണ്, നീ ഒരു ശുദ്ധ ചെറ്റയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. എന്നിട്ട് ബാക്കി കൂടെ കേട്ടിട്ട് അമ്മനെ കേറി വാ മുത്ത് പൊന്നെ. റോഡിന്റെ അടുത്ത് വലത്തും ഉള്ളതായ ഏതാണ്ട് 50 ഡിഗ്രി വരെ ചെരിച്ചു നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഇയാള് ടെന്റ് കെട്ടി വലിയ ഊഞ്ഞാലുണ്ടാക്കുന്നു എന്ന് പറയുന്നത്. എന്താ ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല. ഒരു ദിവസം വരത്തക്ക വിധത്തിലുള്ള സംവിധാനമാണെന്നാണ് അയാൾ പറയുന്നത്. നോക്കൂ, 10,000 മുതൽ 20,000 വരെ വരുന്ന ആളുകൾ വരുന്ന വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആക്കുക. അഭിമാനിക്കാം നമുക്ക്, നമ്മുടെ കേരളത്തിൽ വലിയ ടൂറിസ്റ്റ് പ്ലേസ് വരിക എന്നായിരിക്കും അടുത്ത ക്യാപ്സൂളുകൾ ജിഹാദി നാമധാരികൾ ഇവിടെ തൂറി എറിയുക. പക്ഷെ നീ മനസ്സിലാക്കുക, എങ്ങനെയാണ് ഈ ഭൂമി ഇവന്റെയൊക്കെ കയ്യിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഒരു മിച്ചഭൂമി ഇവന്റെയൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്? എങ്ങനെയാണ് മിച്ചഭൂമിക്ക് നികുതി അടയ്ക്കാൻ ഇവനൊക്കെ പറ്റിയത്? ഈ മിച്ചഭൂമിയിൽ ആരാണ് ഇവനൊക്കെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് അംഗീകാരം കൊടുത്തത്, അനുമതി കൊടുത്തത്? അവിടെ ബോബി ചെമ്മണ്ണൂരും പിണറായി വിജയനും പറയേണ്ട ഉത്തരം തന്നെയാണ്. അത് പറയിപ്പിക്കാൻ നോക്കണ ഡേഷിന്റെ മക്കളെ. എന്നിട്ട് ഇനി വരാനിരിക്കുന്ന നാളുകളിലെങ്കിലും ആ പാവം പിടിച്ച വയനാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ, കുഞ്ഞുമക്കളുടെ ജീവൻ രക്ഷിക്കാൻ, മാതാപിതാക്കളുടെ ജീവൻ രക്ഷിക്കാൻ, സഹോദരി സഹോദരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ, മൃഗങ്ങളുടെ പക്ഷിമൃഗാദികളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കട ഡേഷിന്റെ മക്കളെ. നിന്റെയൊക്കെ അടിമത്ത രാഷ്ട്രീയം വിട്ടുകൊണ്ട്, നിന്റെയൊക്കെ വർഗീയ മതം വിട്ടുകൊണ്ട് എന്നത് കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഒരു ഇത്തിരി കൂടി കേൾക്കാനുണ്ട്, ആകെ സെക്കൻഡുകൾ കൂടി കേൾക്കാനുണ്ട്. അതിന്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്, കേൾക്കാം. വയനാട്ടിലെ ശവപ്പെട്ടിയിൽ മുകളിലടിക്കുന്ന അവസാനത്തെ ആണി തന്നെ ആയിരിക്കും. അത് വയനാട്ടുകാർക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഞാൻ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ളതായ പരാതിയുടെ പേരിൽ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ, അവിടുത്തെ ടൂറിസം ആക്ടിവിറ്റീസ് തടയുന്നില്ലെങ്കിൽ, ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അതടക്കമുള്ള 1,60,60,000 ഏക്കർ ഭൂമി ത്വരിതഗതിയിൽ ഏറ്റെടുത്ത് പ്രശ്നങ്ങൾക്ക്, അത് വയനാടിന്റെ ഡിസാസ്റ്ററിന്റെ വലിയൊരു കാരണമാണ്. വയനാട്ടിൽ ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ ആ മലയുടെ ചെരുവുകളിലായിരിക്കും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികളിലേക്ക് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പോകും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങള്. ഇത് ഞാനല്ല പറഞ്ഞത്, കണ്ടോ. ഇത് KM ഷാജഹാൻ എന്ന് പറയുന്ന മനുഷ്യനെയും എൻ ബാദുഷ എന്ന് പറയുന്ന പ്രകൃതി സംരക്ഷകൻ, വയനാടിന്റെ പ്രകൃതി സംരക്ഷകൻ, ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ഇനി തെളിവുകളുടെ സാഹചര്യത്തിൽ തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. അല്ലാതെ നിന്റെയൊന്നും 1400 വർഷങ്ങൾക്ക് മുൻപുള്ള പൊത്തകം വെച്ചുകൊണ്ട് ആ പൊത്തക ബുദ്ധിയോടുകൂടിയല്ല ഇവരൊന്നും സംസാരിക്കുന്നത്. രണ്ടുപേരും ആരാണ് എന്ന് ഞാൻ പറയണ്ട. ഒന്ന് KM ഷാജഹാനാണ്, ഒന്ന് എൻ ബാദുഷയാണ്. അല്ലാതെ അയ്യപ്പനോ ശങ്കരനോ സെബാസ്റ്റ്യനോ അല്ല എന്നുള്ളത് കൂട്ടിച്ചേർക്കട്ടെ. എന്തായാലും ഇതിലധികം ഒന്നും പറയാനില്ല. മണ്ടൻ മലയാളി എന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മണ്ടൻ മലയാളി സ്വയം ഇരന്നു വാങ്ങിയതാണ്. ഞാൻ മണ്ടനാണ്, ഞാൻ അടിമയാണ്, ഞാൻ മതവർഗീയവാദിയാണ് എന്ന് ഇവിടത്തെ മലയാളി ഇരന്നു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന് വലുത് അവന്റെ രാഷ്ട്രീയമാണ്, അവന് വലുത് അവന്റെ മതജാതികളാണ്, അവന് വലുത് അവന്റെ സ്വന്തം ചുറ്റുവട്ടമാണ്. പിന്നെ
പിന്നെയോ അവന് വലുത് ഇതുപോലെയുള്ള പിണറായിമാരുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ, അവരെ പൊക്കിപ്പിടിച്ച് സിന്ദാബാദ് വിളിക്കലാണ്. എന്നാൽ ഇവന്മാർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലോ ഒരു പിണറായി വിജയനെയും നീയൊന്നും കാണില്ല, ഒരു ബോച്ചയെയും നീയൊന്നും കാണില്ല. ബോച്ചയുടെയൊക്കെ വെളുക്ക ചിരിച്ചുള്ള വെള്ളിയും വെള്ളിയിട്ട ചാക്ക് കൊണ്ടുണ്ടാക്കി ഉടുപ്പിട്ട് നടക്കുന്ന ലാളിത്യത്തിന്റെ രാജകുമാരൻ എന്ന് പറയുന്ന മുഖം വെച്ച് നടക്കുന്ന ആ മനുഷ്യന്റെ പിറകിലെ യാഥാർത്ഥ്യമാണ് നിങ്ങൾ കേട്ടത്. ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി നികുതി അടക്കുന്ന രീതിയിലേക്ക് എങ്ങനെ ഇയാൾ കൈക്കലാക്കി എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്കാരാണ് നൽകേണ്ടത്, പിണറായി വിജയനാണ് നൽകേണ്ടത് എന്ന് മാത്രം കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.